ഞങ്ങളും അരവിന്ദനും അമ്മും കൂടി ജനുവരി 25 കാലത്ത് 6 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ശ്രാവണ ബെൽഗോറയ്ക്കാണ് യാത്ര പുറപ്പെട്ടത്. എല്ലാവരും കൂടി രസമായിരുന്നു യാത്ര. 4 മണിക്കൂർ യാത്ര ഉണ്ടാകുന്നതാണ് അരവിന്ദൻ പറഞ്ഞത്. അത് കഴിഞ്ഞൊരു 8-8:30 കൂടിയിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് കാറ് നിർത്തി. എല്ലാവരും കൂടി കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ യദിയൂർ എന്നാണ് സ്ഥലപ്പേര്, ഹോട്ടൽ ദ്വാരക. ആ ഹോട്ടലിൽ കയറി എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. കുഞ്ഞുകുട്ടനും ഒക്കെ നല്ല ഉത്സാഹത്തിലായിരുന്നു. അവിടെ ഇറങ്ങിയപ്പോഴേക്കും കുഞ്ഞുകുട്ടനൊക്കെ നല്ല ഉത്സാഹമായി, കണ്ണനും നല്ല ഉത്സാഹത്തിലാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് വീണ്ടും എല്ലാവരും കൂടി കാറിൽ കയറി. ഞാനും കുഞ്ഞുകുട്ടനും ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും ഉറങ്ങിയിട്ടും ഉണർന്നിട്ടും അങ്ങനെ കുറേ നേരം കാറിൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം ഒരു 10 മണി ഉണ്ടാവും. ആ സമയത്ത് ഞങ്ങൾ ശ്രാവണ ബെൽഗോറ എത്തി. അവിടെ എല്ലാവരും കൂടി കാറിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവിടെ അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് പഴയ ഓർമ്മ വന്നു. ഞാൻ വലിയത്ര കൂടെ പോയിട്ടുണ്ട് മുമ്പേ ശ്രാവണ ബെൽഗോറയ്ക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഓർമ്മയൊക്കെ വന്നു കേട്ടോ. നമുക്ക് അതുകൊണ്ടൊരു രൂപമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് എല്ലാവരും കൂടി ചെരുപ്പ് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭക്ഷണം കയറ്റാൻ പാടില്ല. ചെരുപ്പൊക്കെ അവിടെ ഒരു സ്ഥലത്ത് കൊടുത്തു. വെള്ളം മാത്രം കയ്യിൽ വയ്ക്കാം. അപ്പോൾ ഒരു കുപ്പി വെള്ളം കയ്യിൽ വെച്ചു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി മല കയറാൻ തുടങ്ങി. മല കയറി കുറേ അരവിന്ദനും കുട്ടികളും വേഗം മല കയറി. അവർ ഓടി കയറി. ഞാനും അമ്മും അച്ഛനും കൂടി പിന്നിൽ പതുക്കെ സാവധാനം മല കയറി. എല്ലാവരും ഞങ്ങളുടെ രണ്ടാളുടെയും പിന്നിൽ അച്ഛനെ ശ്രദ്ധിച്ചും കൊണ്ട് അമ്മു ഏറ്റവും പിന്നിലായിട്ട് കയറി. അച്ഛന് വയ്യാണ്ടെങ്കിലും എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഏതായാലും അതൊന്നും ഉണ്ടായില്ല. കുറച്ച് ദൂരം കയറും. അത് കഴിഞ്ഞ് ഒന്നിരിക്കും, ഒന്ന് വിശ്രമിക്കും, എന്നിട്ട് വെള്ളം കുടിക്കും. എനിക്കും അമ്മയും വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കും വെള്ളമൊക്കെ തന്നായിരുന്നു. ഞങ്ങൾ രണ്ടാളും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറേ കയറി. കുറച്ച് കഴിയുമ്പോൾ കണ്ണൻ ഓടി വന്ന് ചോദിച്ചു, മുത്തശ്ശിയെ ഞാൻ കൈ പിടിക്കണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. ഒരു അഭിമാന പ്രശ്നം തോന്നി. അപ്പോൾ വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ കയറി. ഏതായാലും അവിടെ മുകളിലെത്തിയപ്പോൾ നല്ല സുഖമായിട്ടുള്ള കാറ്റ്, തണുത്ത കാറ്റ്, നല്ല സുഖമായിട്ടുള്ളൊരു സ്ഥലം. 4 പുറവും നല്ല കാഴ്ച കാണാണ്ട്. താഴത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടണങ്ങളും കുളങ്ങളും ധാരാളം വാഹനങ്ങൾ ഓടുന്ന കാണാം. ഒക്കെ അങ്ങനെ നമുക്കൊരു തേരട്ട പോണ പോലെയാണ് തോന്നുള്ളൂ. അത്രയും താഴത്താണ്. നല്ല സീനറിയാണ്. അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ കയറി ഓമടേശ്വരൻ്റെ 4 പ്രതിമ ഉണ്ട് 4 ഭാഗത്തും. അതിനെ ധ്യാനിച്ചിരിക്കുന്ന രൂപത്തിലാണ്. അവിടെയൊക്കെ തൊഴുതു. എന്നിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് കുറച്ച് നേരം ധ്യാനിച്ചു. അതൊക്കെ കഴിഞ്ഞ് പുറത്ത് കടന്നു. പിന്നെയുണ്ട് ഈ ഓമടേശ്വരൻ്റെ വലിയ പ്രതിമയുള്ള അമ്പലത്തിലേക്ക് എത്താൻ പിന്നെയും ദൂരം മുകളിലേക്ക് പിന്നെയും കയറണം. അപ്പോൾ പിന്നെ കണ്ണൻ എൻ്റെ കൈയൊക്കെ പിടിച്ച് ഞങ്ങൾ കുറച്ച് നേരം എൻ്റെ കൈയൊക്കെ പിടിച്ച് മുകളിലേക്ക് കയറി. അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അമ്മു അച്ഛൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ആദ്യം മുകളിലേക്ക് കയറി. കുറേ ദൂരം പോകണം, കുറേ മുകളിലേക്ക് കയറണം. അങ്ങനെ അപ്പോഴേക്കും കുറേശ്ശെ തിരക്ക് വന്നു തുടങ്ങി. അങ്ങനെ മുകളിലേക്കൊക്കെ കയറി അവിടെ ചെന്നു. ആ അമ്പലത്തിലെത്തി. അപ്പോൾ ഓമടേശ്വരൻ്റെ പ്രതിമ കണ്ടപ്പോൾ എനിക്ക് നല്ല ഓർമ്മ വന്നു. പണ്ട് കണ്ടത് അതേപോലെ തന്നെയാണ്. ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അതേപോലെ അവിടെ ചെന്നപ്പോൾ അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. ഞങ്ങൾ സുഖമായിട്ട് തൊഴുതു, പ്രദക്ഷിണം വെച്ചു, തൊഴുതു. ഓമടേശ്വരൻ നിന്ന് ധ്യാനിക്കുന്ന രൂപമാണ് അവിടെ. ഒരു അത്ഭുതം തന്നെയാണ്. അത്രയും വലിയൊരു പ്രതിമ. അതൊക്കെ കണ്ട് സുഖമായി തൊഴുതു. മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടി. അവിടെ തൊഴുതു, നമസ്കരിച്ചു. എല്ലാവരും കൂടി നിന്ന് അവിടെ നിന്നിട്ടും ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അത്ഭുതം കണ്ടു. ആ അത്ഭുതം എന്താ വെച്ചാൽ ദിഗംബരനായിട്ടൊരു സന്യാസി ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ലൊരു അത്ഭുതം തന്നെയാണ് തോന്നിയത്. ഇതുവരെ കാണാത്തൊരു അത്ഭുതമാണ്. അതും കണ്ടു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി തൊഴുത് പുറത്തേക്ക് കടന്ന് താഴത്തെത്തി. ഇറങ്ങാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്നാലും കുറച്ചുണ്ടായി. ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു വിഷമം. സാരില്ല. എല്ലാവരും കൂടി പതുക്കെ ഇറങ്ങി. ഒരു 12 മണി, 2 മണിക്കൂർ എടുത്തു. 12 മണിക്കൊക്കെ ഞങ്ങൾ താഴത്ത് ഇറങ്ങിയെത്തി. എല്ലാവരും ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് പിന്നെ അപ്പോഴേക്കും കുഞ്ഞുകുട്ടിന് കുറേശ്ശെ വയ്യാണ്ട് എഴുതിറങ്ങി, വിശക്കുന്നുണ്ട്. അതുവരെ നല്ല ഉത്സാഹമായിട്ട് കയറുക ഇറങ്ങുക അങ്ങനെയായിരുന്നു. അപ്പോഴേക്കും നല്ല ഉത്സാഹമായി താഴത്തെത്തിയപ്പോഴേക്കും വിശക്കുന്നുണ്ട്. എന്നാലും സാരമില്ല. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് കിടന്നു. അരവിന്ദനും കണ്ണനും കൂടി പോയിട്ട് കാറൊക്കെ എടുത്ത് വന്നു. അപ്പോഴേക്കും ഞങ്ങൾ
പുറത്തെ റോട്ടിൽ കടന്ന് നിന്ന് എന്താ കുറച്ച് കുക്കുംബറും അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോൾ നല്ല ക്ഷീണവും അതൊക്കെ പോയി, നല്ല സമാധാനമായി. എല്ലാവരും കൂടി തിരിച്ച് കാറിൽ കയറി മടങ്ങി വരണ വഴിക്കും ഈ എതിയൂർ എന്നുള്ള സ്ഥലത്ത് തന്നെ നിർത്തി. അവിടെ വലിയൊരു ഹോട്ടലുണ്ട്, കദംബ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. അതിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു, സുഭിക്ഷമായിട്ട് കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു, അതൊക്കെ കഴിച്ചു. കുട്ടികൾക്കൊക്കെ നല്ല സംതൃപ്തിയായി. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല സംതൃപ്തി. അമ്മുവും അരവിന്ദനും ഞങ്ങളെ കൊണ്ടുപോയല്ലോ, വളരെ സമാധാനം തോന്നി, നല്ല സുഖവും സമാധാനവും ഒക്കെ തോന്നി. തിരിച്ച് പോന്നു. ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ ബാംഗ്ലൂർ അരവിന്ദൻ്റെയും മഞ്ജുവിൻ്റെയും ഫ്ലാറ്റിലെത്തി. ആർക്കും വിഷമങ്ങളൊന്നും ഉണ്ടായില്ല, സുഖമായിരുന്നു യാത്ര. ഈ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ ഞങ്ങളൊരു യാത്രയും കഴിഞ്ഞ് തിരിച്ചെത്തി.